ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഇന്ന് കുറച്ചേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് എഴുതി വെക്കാമെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതെന്നുള്ളത്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് ഒറ്റൊരു ദിവസം എനിക്ക് ഓഫുണ്ട്. നാളെ തൊട്ട് 3 ദിവസം അടുപ്പിച്ച് എനിക്ക് നൈറ്റ്. അങ്ങനെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് കുറച്ചേറെ പ്രൊഡക്റ്റീവ് ആവാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഇന്നലെ ഓർത്ത് ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിലാണ്. പക്ഷേ ഞാൻ ഓർത്തു കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തതിന് പിന്നെ വീട്ടിലെ പണികളൊന്നും അങ്ങനെ നടക്കത്തില്ല, എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഫുൾ അങ്ങോട്ട് പ്രൊഡക്റ്റീവ് ആക്കാന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇന്നലെ ആയിരുന്നു എനിക്ക് ഒരു ലോങ് ഡേ വന്നത്. ആ ലോങ് ഡേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ നൈറ്റിന്റെ റൂട്ടീനിലോട്ടായിരുന്നു മൊത്തത്തിൽ പോയത്. എന്റെ സ്ലീപ്പിംഗ് റൂട്ടീനൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ലോങ് ഡേ പോയത് ഒട്ടും ഉറങ്ങാതായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു. എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി വന്ന് കഴിച്ച് കുളിച്ചൊക്കെ കിടന്നുറങ്ങി. പിന്നെ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേക്കാന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ അങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പല്ല് മാത്രം തേച്ച് മുടിയൊക്കെ ഒന്ന് ചീകി വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കാണത്തില്ല, മിക്കവാറും കോൺഫ്ലെക്സ് വല്ലതും കാണത്തേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും നമുക്ക് കഴിക്കാം. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അച്ചു വീട്ടിലില്ല കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ വീട്ടില്. അച്ചു ഒരു 8 മണിയാകുമ്പോഴത്തേക്കും വരും. അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞ് അങ്ങോട്ടോ വൈപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് GS. രാവിലെ എഴുന്നേറ്റ് കർട്ടനൊക്കെ തുറന്നു വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ട കാഴ്ചയാണ് റോഡ് പണി. ഞാൻ ഓർത്തിതെന്താ രാവിലെ തന്നെ റോഡ് പണി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തെറ്റിയതാണ് കേട്ടോ, റോഡ് പണിയൊന്നല്ലായിരുന്നു. അവിടെ ഇരുന്ന് എന്തോ ഒരു സാധനം അവരെടുത്ത് മാറ്റുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ആദ്യം ഓർത്തു പോസ്റ്റൊക്കെ ഇരുന്ന് എങ്ങാണ്ട് എടുത്ത് മാറ്റുന്നത്, പക്ഷെ പോസ്റ്റ് ആണോ തന്നെ ഒന്നും എനിക്കറിയത്തില്ല, എന്തോ ഒരു സാധനമായിരുന്നു അത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ടു ഡു ലിസ്റ്റ്. എനിക്കിപ്പോൾ ഇത്രയും ഓർമ്മ വന്നുള്ളൂ. അപ്പൊ ഇത്രയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാവേ. അപ്പൊ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ തുണി എന്തായാലും അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നെസ്ക്വിക്കിന്റെ ചോക്കോസ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ ഇത് കാണുമ്പോൾ അച്ഛൻ അത് പുച്ഛിക്കും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറയാനുണ്ട്, കൊച്ചിലോട്ട് ഞാൻ ഇത് കഴിച്ച് ശീലിച്ച ആളാണ്. അപ്പം കൊച്ചിലോട്ട് എനിക്കിത് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇതും കോൺഫ്ലെക്സ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ കോൺഫ്ലെക്സിനോട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടം ഇതാണ് കേട്ടോ. ചിലപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ടായിരിക്കും. ഇതിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ അയണും കാൽഷ്യം അതൊക്കെ ഉണ്ടെന്നാണ്. സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായത്. അച്ഛനൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ഞാനിത് കഴിക്കുന്നത്. ഇതും തണുത്ത പാലുകൂടി കഴിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് സാമൺ ഒന്നെടുത്ത് ചൂടുവെള്ളത്തിനകത്ത് ഇടാവേ. അപ്പം ഈ ഒരു സാമൺ മേടിച്ച് ഐസ്ലാൻഡിൽ നിന്നാണ് കേട്ടോ. 3 for 10 എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സാമൺ കിട്ടിയത്. അതിൽ 2 പാക്കറ്റാണ് ഞാൻ എടുത്തത്. അപ്പം 6 പീസസ് നമുക്ക് കിട്ടും. അപ്പോൾ വേറൊരു പാക്കറ്റ് ഞാൻ ആ ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നെ വേറെ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത 3 ദിവസം ഞാൻ നൈറ്റിനുള്ള ദിവസം എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇതെല്ലാം ഒന്ന് പുരട്ടി വെച്ച് ഫ്രിഡ്ജിലോട്ട് കയറ്റി കഴിഞ്ഞാൽ സെറ്റ് ആവുമല്ലോ. പിന്നെ സൈഡ്സിനായിട്ട് കുറച്ച് മഷ്റൂം ഞാനൊന്ന് ആക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് സ്പ്രൗട്ട്സ് തോരനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സ്പ്രൗട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ തുണിയൊക്കെ അങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അലക്കിയ തുണികളെല്ലാം ഒന്ന് വിരിച്ചിടണം. അപ്പോൾ വിരിച്ചിടുന്നതിന് മുന്നേ ഞാൻ ഓർത്തൊന്ന് പിന്നെ വാക്യൂം ചെയ്തിട്ട് വിരിച്ചിടാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ തുണികളെല്ലാം ഒന്ന് എടുത്തു വെക്കാവേ. ഞാനൊരു സൂത്രം കാണിച്ചിരട്ടെ. നമ്മൾ കൊറോണ സമയത്ത് നമ്മൾ മാസ്ക് എടുത്തില്ലായിരുന്നോ, കണ്ടോ? ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പെട്ടിക്കകത്ത് തുണികളൊക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ഒരു മാസ്ക് എനിക്ക് കിട്ടിയത്. ഈ ഒരു മാസ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം എൻ്റെ നിന്ന് കളഞ്ഞുപോയി. അപ്പം ഇത് മാത്രം എനിക്കൊരു ഓർമ്മയായിട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് കിട്ടുമ്പോൾ കുക്കിംഗ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു മൂഡൊന്നും കാണത്തൊന്നുമില്ല. കാരണം ആകെ കിട്ടുന്ന ഒരു ഓഫിനായിരിക്കും ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി കയറി വരുന്നത്. ഞാൻ അതിനെ എപ്പോഴും ദേഷ്യപ്പെട്ടാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ആകെ കിട്ടുന്ന ഒരു ഓഫ് എൻജോയ് ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ എന്തിനാ ഓഫ് എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് വീട്ടിലെ പണികൾ ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അല്ല വേറെ ആരും കാണത്തില്ലല്ലോ ചെയ്യാൻ. ചില സമയത്ത് ഞാൻ ഓർക്കും ആരെയിലൊക്കെ ഒന്ന് വീട്ടു ജോലികൾ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്തോ നല്ലായിരുന്നു. പക്ഷെ ദിസ് ഇസ് ലൈഫ്. നമ്മൾ ഇതിനകത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ. കോളിഫ്ലവർ പോലെ ഇരിപ്പില്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു ഈ സാധനം. അപ്പം ഇതിനെ നമുക്ക് ചോപ്പറിലിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. ഞാൻ ചോപ്പറിലിട്ട് അരിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞൊക്കെ കിട്ടുമല്ലോ.
2 ഹാഫ് ആക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് അരിയാന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയും ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞതൊന്നുമല്ല, ഇത് ഞാൻ കഷ്ടപ്പെട്ട ഓരോന്നെടുത്ത് അരിഞ്ഞുകൊണ്ടിരുന്നത്. ചോപ്പറിലിട്ട് അരിഞ്ഞതെല്ലാം ഫ്ലോപ്പായി കേട്ടോ. ഇങ്ങനെ മഷ്റൂം ഇവിടെ ഒരു സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബ്രൂസൽസ് ഇരിപ്പുണ്ട്, ഇതിനകത്ത് നമ്മുടെ സ്പ്രൗട്ട് ഇരിപ്പുണ്ട്. അപ്പം അത് ഒന്ന് കുറച്ച് വേവിച്ചിട്ട് തേങ്ങാപ്പീര ഇടാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഫുഡൊന്നും ഇല്ലയെന്നൊക്കെ കാണുകയാണെങ്കിൽ അച്ഛൻ തന്നെ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അന്നൊക്കെ എനിക്ക് 8 മണി കിട്ടാറുണ്ട്, കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്രയെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലോ. പിന്നെ പുള്ളിക്കും അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, വർക്കാണല്ലേ. അപ്പം അതിൻ്റെ രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പിന്നെ വന്നിട്ട് വീട്ടിലെ ജോലികൾ ചെയ്യാന്ന് പറയുമ്പം അത് ഭയങ്കര പാടാണ്. അപ്പം അതെല്ലാം പുള്ളി അറിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പുള്ളി ഭയങ്കര പെർഫെക്റ്റ് ആണ്. പിന്നെ ബാക്കി ക്ലീനിങ് അങ്ങനത്തെ സാധനങ്ങളൊന്നും പുള്ളി ചെയ്യത്തില്ലെന്നേ ഉള്ളൂ, അതെല്ലാം ഞാൻ തന്നെ ചെയ്യണം. എന്തായാലും കണ്ടറിഞ്ഞ ഒരാൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മളിപ്പോൾ പുതിയൊരു ത്രിഫ്റ്റ് സ്റ്റോറൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം എനിക്ക് ഒരു ഓർഡർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ 2 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിഫ്റ്റ് സ്റ്റോറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു വിൻറ്റഡിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഹൂഡിയും ഒരു ഇയറിങ്ങും ഓർഡറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ വിട്ടു. ഇപ്പം ഇന്നലെ വേറൊരു ഇയറിങ്ങിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതൊന്ന് പോസ്റ്റ് ചെയ്യണം. കൂട്ടത്തില് അച്ചുവിന്റെ ഒരു ആമസോൺ പാഴ്സൽ, അത് അച്ചുവിന് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് റിട്ടേൺ തിരിച്ചു കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ആ 2 പാഴ്സൽസ് കൊടുക്കാനായിട്ട് പിന്നെ ഇപ്പൊ പോവാണേ. അപ്പൊ ഞാൻ കൊടുക്കുന്ന എന്റെ ആ ഒരു പാഴ്സല് ഇൻപോസ്റ്റിലാണ് കേട്ടോ, അച്ചുവിന്റെ കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസിലാണ്. അപ്പൊ നമുക്ക് 2 ഇടത്താണ് ഇന്ന് പോകേണ്ടത്. അപ്പൊ ഇപ്പൊ എന്തായാലും സമയം 2:15 നമുക്ക് പെട്ടെന്ന് ഒരുങ്ങി അങ്ങോട്ട് പോവാവേ. അപ്പൊ ഇതാണ് ആ ഒരു കമ്മല്. ഇത് ഒരു ഗ്രീൻ കളർ ക്രിസ്റ്റലാണേ. ഇതിങ്ങനെ കണ്ട ഇരുട്ടായിട്ട് കണ്ടോ. ഇതാണ് കമ്മല്. ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വരുന്ന ഒരു ക്രിസ്റ്റൽ സ്റ്റഡാണ് ഇത്. ഇത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്, പക്ഷെ വലിയ വലിപ്പമില്ല, എന്നാലും കുറച്ച് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കമ്മലാണ്. അപ്പൊ ഇതാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ത്രിഫ്റ്റ് സ്റ്റോറിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇത് വിൻറ്റഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ വിൻറ്റഡ് വഴിയാണ് എനിക്ക് ഓർഡർ വന്നത്. അപ്പൊ അതിനെ നമുക്ക് പാക്ക് ചെയ്യാം. ഈ ഒരു ബോക്സ് ഞാൻ തെമ്മൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിനെ ആ ഒരു ബോക്സിൽ ഇട്ടിട്ട് ഈ ഒരു കവർ ഇട്ടിട്ട് വേണം നമുക്ക് ഇൻപോസ്റ്റിൽ കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് പാക്ക് ചെയ്യാവേ. ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുന്നതിൻ്റെ ഒക്കെ ഏറ്റവും വലിയ സപ്പോർട്ടർ അച്ചുവാണ് കേട്ടോ. അച്ചുവാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നീ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ വല്ലതും എന്തെങ്കിലുമൊക്കെ നടക്കുമോ, നെഗറ്റീവ് ഇതായിട്ട് വരുമോ. പക്ഷേ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. ഇന്ന് വരെ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ ആകെ 3 പ്രൊഡക്ട്സ് സെല് ആയിട്ടില്ല, എന്നാലും എനിക്കത് പ്രശ്നമില്ല. കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നത്. ഞാൻ ഡിസംബർ പകുതിയോ ഡിസംബർ അവസാനം കണ്ടായപ്പോഴാണ് ഈ ഒരു പൊട്ടറ്റോയെ കിളിച്ചു വെക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് കണ്ടോ, ഇതിപ്പോൾ നീണ്ടു വന്നതാ, ഇങ്ങനെ വളഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നിൽക്കുന്ന പോലും ഇല്ല. ഇതിനപ്പം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തെമ്മുവിൽ ഞാനൊരു സാധനം കണ്ടത്. അപ്പം അതെന്തായാലും ഇന്ന് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാനിത് പപ്പയെ കാണിച്ചപ്പോഴത്തേക്ക് പപ്പ പറഞ്ഞത് ഇതിന്റെ സോയില് ഭയങ്കര അഴുക്കായതുകൊണ്ടാണ് ഈ ലീഫ് ഒട്ടും ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഇരിക്കുന്നതെന്നാണ്. ഈ സത്യം പറഞ്ഞ ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നോക്കണമെന്നുണ്ട്. പൊട്ടത്തെ എവിടെ വരെ വളർന്നോ അതോ വളർന്നിട്ടില്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ നോക്കുന്നില്ല. ഞാൻ ഇനി 1 മാസം കൂടി വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ബാക്കി ചെടികൾ കുഴപ്പമില്ല കേട്ടോ. ഇത് നമുക്കൊരു ചേട്ടൻ തന്നതാണേ. ഇത് നേരത്തെ പണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ഒരു ചെടി. പക്ഷെ അത് ഞാൻ ആ വീട്ടിൽ വെച്ചിട്ട് തന്നു. അങ്ങനെ തിരിച്ചെനിക്ക് ആ ചെടി കിട്ടിയിരിക്കുകയാണ്. പിന്നെ അലോവേര ഉണ്ടോ, അലോവേര ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു കരിന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് വെയിലടിക്കുമ്പോഴാന്ന് തോന്നുന്നു ആ ഒരു കരിവൊക്കെ വരുന്നത്. കണ്ടോ, ബ്രൗൺ കളറായിട്ട് ഇരിക്കുന്നില്ലേ. ഇത് ഇത്ര നാളിലും കുഴപ്പമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമില്ല ഒരു ചെടി കാണാനായിട്ട്. പിന്നെ വേറൊരു ചെടികളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചുതരാം. ഇത് പനിക്കൂർക്കയാണേ. ഇതും ആ ചേട്ടൻ തന്നെ തന്നതാണ്. എനിക്ക് പനിക്കൂർക്ക വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ വീട് മാറായിരുന്നു. അപ്പോൾ വീട് മാറുന്നതുകൊണ്ട് അവരുടെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അങ്ങനെ നമുക്ക് തന്നതാണ് കേട്ടോ ഈ 2 ചെടികൾ.
ഇനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കണം. എന്നിട്ട് ബാക്കി നമ്മുടെ ചെടികൾ ഇതാ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇതാ ഇതിരിക്കുന്നു. ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട്. ഇതും ചെറിയ രീതിയിൽ നീളം വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ അത്ര വളർച്ച അങ്ങോട്ട് കാണിക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. എന്നാലും നമുക്ക് നോക്കാം. ഇതിനകത്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പനിക്കൂർക്കയും അലോവേറ ഞാൻ ഇതിനകത്ത് മാറ്റാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇന്നൊന്ന് റീഅറേഞ്ച് ചെയ്താൽ കൊള്ളാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ബേർഡിനും സ്നോമാനൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് ഞാൻ തെമൂന്ന് മേടിച്ചതാണേ, മറ്റേ പ്ലാന്റ്സ് ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനായിട്ടുള്ളത്. ഇതെങ്ങനെ ഫിറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇതും മേടിച്ചിട്ടുണ്ട്, ഈ ഒരു ടേപ്പ്, പ്ലാന്റ് ടേപ്പാണിത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു പൊട്ടറ്റോ ഇന്ന് നിർത്താനായിട്ട് നോക്കാവേ. കണ്ടോ എൻ്റെ പൊട്ടറ്റോയുടെ അവസ്ഥ? ശരിക്കും പറഞ്ഞാൽ ഈ ലീഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. കാരണം അതുപോലെ ആഗ്രഹിച്ച് കുഴിച്ചു വെച്ച സാധനമായിരുന്നു. പക്ഷെ ഈ ലീഫിന് എന്താ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓർത്ത് ആദ്യം വെട്ടിക്കളഞ്ഞല്ലോ എന്ന്. എനിക്ക് രണ്ടും കൽപ്പിച്ച് വെട്ടിക്കളയാം ലീഫ്. നമുക്ക് ഈ സാധനം വെച്ചിട്ടേ ആ മണ്ണ് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാവേ. മണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവിടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരാറുണ്ട്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിയുള്ള സമയത്തൊന്നും ഈ വെള്ളം ഒഴിക്കുന്നൊന്നും നടക്കത്തില്ല. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ ഒഴിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും പൊട്ടറ്റൊക്കെ പോവും. എന്ത് ചെയ്യാനാ? വേര് ഞാൻ കണ്ടു കേട്ടോ. വേര് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ വേര് ഫുൾ ഇങ്ങനെ സ്പ്രെഡായാ കിടക്കുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു രീതിയിലിരിക്കാം. എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് നിർത്തിയിട്ടൊന്ന് വെള്ളം ഒഴിക്കാവേ. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് കാരണം പ്ലാന്റിന് ഇതിനകത്ത് കയറ്റാനായിരിക്കും. എന്നിട്ട് എനിക്കൊന്ന് ടേപ്പ് ഒട്ടിക്കാനെന്ന് തോന്നി. ഇവിടെയും മുകളിലുമായിട്ട് ചിലപ്പോൾ ടേപ്പ് ഒട്ടിക്കുമായിരിക്കും. ഇത് ടേപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ ടൈപ്പ് ടേപ്പ് അല്ല കേട്ടോ, ഇത് വെൽക്രോ ആണേ. അപ്പം ഇതിങ്ങനെ ചുട്ടിയത് ഇങ്ങനെ ഇങ്ങനെ ഒട്ടി അങ്ങിരിക്കും. കണ്ടോ? നമുക്ക് എന്തായാലും ഒട്ടിക്കാം. ഇവിടെ ടേപ്പ് ഒട്ടിക്കാൻ ആവശ്യമില്ല. ഇവിടെ ഞാൻ ഒന്ന് ഒട്ടിച്ചു. ഇവിടെ കണ്ടോ ആ ഒരു ഹോൾഡറിൽ ഇങ്ങനെ സ്ലാൻഡ് ആയി നിപ്പുണ്ട്. അപ്പം പിന്നെ അവിടെ എന്തായാലും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഒരു കുഞ്ഞ് പൊട്ടറ്റോ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർത്തു കമ്പ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താലോ എന്നുള്ളത്. പക്ഷെ അത് നിൽക്കുമില്ലൊന്നും അറിയത്തില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ കമ്പുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. പൊട്ടറ്റോ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കമ്പിനാകെ അത്ര നീളം മാത്രമേ ഉള്ളൂ, വേറെ നീളം ഒന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം അല്ലേ. ഇങ്ങനെ വളർന്നിരിക്കുന്ന വലിയ കുഴപ്പമില്ലായിരിക്കും. എന്തായാലും ഇതിന് ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ചു വെക്കട്ടെ. ഇനി അടുത്തതാ ഈ ഒരു ചെടി. ഇതായിരുന്നു ഞാൻ UK വന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു ഫ്രീ ബി ഒക്കെ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു ചെടി എനിക്ക് കിട്ടിയതാണ്. ഇത് ഭയങ്കര ചെറുതായിരുന്നു, ഇത്രങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചെടി. അങ്ങനെ ഇതിനെ ഞാൻ അന്ന് തൊട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇതാ ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെടിയും ഇതുപോലെ ഇതാ കണ്ടോ വളഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനെയും ഒന്ന് മറ്റേ ടേപ്പൊക്കെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താലോ എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ മറ്റേ നമ്മൾ ബ്രെഡൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാറില്ലേ, ഈ വൈറ്റ്, അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതാണേ. അതിലെന്തായാലും നമുക്ക് മാറ്റാം. ഇത്രയായിട്ട് 4 സ്റ്റെമ്പ് ഉണ്ട് കേട്ടോ ഇതിനെ. പിന്നെ എല്ലാത്തിനും നമുക്കൊന്ന് ഒരുമിച്ച് അങ്ങോട്ട് കെട്ടിക്കൊടുക്കാം. എന്താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഒരു കമ്പ്. ഇനി ഇതിനെ നമുക്ക് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. ഒട്ടിക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ എന്നാലും ഒട്ടിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. കണ്ടോ ഇപ്പൊ നേരെ നിന്നിട്ടില്ലേ? കണ്ടോ അത് നല്ല രസമാണ്. ഇനി ഇതിനെ ഞാനൊന്ന് വളർച്ചിരിക്കട്ടെ. ഈ ഒരു ചെടി, ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഈ ഒരു ചെടിയുടെ പ്രത്യേകത ഉണ്ട്, ഇത് മാത്രം ഇങ്ങനെ യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. പറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതും വെയിലടിക്കുന്നതിന്റെ ആയിരിക്കണം പ്രശ്നം, എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിന്റെ മണ്ണ് നമുക്കൊന്ന്, എല്ലാ പ്ലാന്റ്സിനും മണ്ണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല രീതിയിൽ മോയ്സ്ചറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെന്തായാലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ചേട്ടായി തന്ന ആ ഒരു പ്ലാന്റ്. ഇതിന്റെ പേരും എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനെ നമുക്ക് ചെറിയ രീതിയിലൊന്ന്
ഇളക്കി മാറ്റാനായിട്ടുണ്ട്. കാരണം ഈ വാടിപ്പോയ ലീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ. അപ്പം ഇതിനെന്തായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാവേ. നമ്മുടെ ഈ ഒരു പൂച്ചെടി നല്ല രസമല്ലേ ഇതിനെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പക്ഷെ നല്ല രീതിയിൽ ഇപ്പം വളർന്നു വരുന്നുണ്ട്, കണ്ണു നോക്കുന്നില്ല. ചെറുതായിട്ട് ഇവിടെ എവിടെ ആയിട്ട് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഡയറക്റ്റ് വെയിലടിക്കുന്നതിൻ്റെ ആവണം. അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ഇവിടെ പിന്നെയും കിളിച്ച് വരാനായിട്ടുണ്ട് പൂവൊക്കെ. അപ്പൊ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഈ ഡ്രൈ ആയിട്ട് വന്നതെല്ലാം നമുക്കൊന്ന് പറിച്ചെടുക്കാവേ. ഈ ഒരു ചെടി ഇത് അച്ഛന് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ തന്നെ മേടിച്ച ചെടിയാണ് ഇത്. എനിക്ക് വലിയതായിട്ട് താല്പര്യമൊന്നുമില്ലായിരുന്നു ഈ ഒരു ചെടി. ഇതിന്റെ വേറൊരു കളർ ചേഞ്ച് ഉള്ള ഒരു ചെടി ഉണ്ടായിരുന്നു, സെയിം ഡിസൈൻ ആണ് കേട്ടോ, പക്ഷെ വേറൊരു കളറായിരുന്നു. അത് നല്ല രീതിയിൽ വാടിയിട്ടുണ്ടായി. എന്നിട്ടാണ് ഈ ഒരു ഈ ഒരു ചെടി മേടിച്ചത്. ഇത് പക്ഷെ വളരുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലോട്ടസ് പോലെയാണ് വളരുന്നത്. ഇങ്ങനെയായിരിക്കും വളർന്നു വരുന്നത്, എനിക്കറിയത്തില്ല. ഇത് പിന്നെ വലുതുമല്ല അതോ വിടുത്ത് മാത്രമേ ആവത്തുള്ളൂ എന്നുള്ളത്. പക്ഷെ ഇതിന്റെ മണ്ണ് കണ്ടോ, ഇങ്ങനെ സ്റ്റക്കായിരിക്കും, ഒരു അനക്കമില്ലാതെ മണ്ണിരിക്കുന്നത്. പക്ഷെ നമുക്ക് മിക്സ് ചെയ്യാനും പറ്റത്തില്ല മണ്ണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാലേ നടക്കത്തുള്ളൂ. ഇനി ഈ വീട്ടിലെ ഏറ്റവും വലിയ ചെടിയാണ് ഈ ഒരു അലോവേര. അപ്പൊ ഇതിനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഞാൻ ഇൻഡോറിലോട്ട് മാറ്റതാണേ, ഔട്ട്ഡോറിൽ വെക്കുന്നില്ല. കാരണം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ഔട്ട്ഡോറിൽ വെക്കുന്നതിന്റെ ആയിരിക്കണം ചിലപ്പോൾ ഇങ്ങനെ വാടിപ്പോകുന്നുള്ളത്. അലോവേര ഇൻഡോർ പ്ലാന്റും ആണ്, ഔട്ട്ഡോറും ഉണ്ട്. പക്ഷെ ഇത് മേടിച്ചപ്പോൾ ഇത് ഔട്ട്ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും ഇൻഡോറും കൂടി വെച്ച് നോക്കാം. ഇതിന്റെ മണ്ണ് ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ. ഇതും നല്ല രീതിയിൽ മോയ്സ്ചർഡ് ആയിട്ട് കിടപ്പാണ്. അപ്പൊ ഇതിനും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പനിക്കൂർക്കും വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം സോയിൽ ഭയങ്കര ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനും വെള്ളമുണ്ട്. അപ്പൊ ഇതിനും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അസ്തേന്ന് മേടിച്ച പ്ലാന്റ് ആയിരുന്നു. പക്ഷെ ഇത് കണ്ടോ, ഇത് അങ്ങോട്ട് വളർന്നു വരുന്നില്ല. ഇതിന് ഒരു വൈറ്റ് ഫ്ലവർ ആയിരുന്നു, പക്ഷെ ഇത് വളർന്നു വരുന്നേ ഇല്ല. എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല. ഇതിനെ നമുക്ക് എന്തായാലും ഇത് ഇൻഡോർ പ്ലാന്റിനെയാണ്, അപ്പം ഇൻഡോർ വെച്ചിട്ട് കാര്യമുള്ളൂ. ഇതിന്റെ മണ്ണ് മോയ്സ്ചർഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കണ്ട കേട്ടോ. അടുത്തതാണ് ഈ ഒരു പ്ലാന്റ്. ഇതിനെ നമ്മള് B&Q എന്ന് മേടിച്ചതാണ്. ഇത് വളർന്നു വരേണ്ട പ്ലാന്റ് ആണ്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. 2-3 മാസമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ നീളം വെച്ചതേ ഉള്ളൂ, അല്ല വലിയതായിട്ട് നീളമൊന്നും വെച്ചിട്ടില്ല. പക്ഷെ ഇത് നല്ലതായിട്ട് വെള്ളം കുടിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എപ്പോഴെപ്പോഴും ഇങ്ങനെ നനച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പൊ ഇത് മറ്റേ സോയിലൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്തായാലും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ആൻതുരിയൻ. ഇത് ഇവിടെ ഇടയ്ക്കുന്നൊരു ചെറിയ രീതിയിൽ വളർന്നു വരുന്നുണ്ടേ. അത് മാത്രമേ ഇപ്പോൾ വളരുന്നുള്ളൂ. ഇതിനും അത്യാവശ്യം മോയ്സ്ചറായിട്ട് തന്നെയാണ് കിടക്കുന്നത് മറ്റേ മണ്ണൊക്കെ. അപ്പൊ ഇതിനെന്തായാലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 2 പ്ലാന്റ്സ് ഉണ്ട്. ആ 2 പ്ലാന്റ്സും ഒരു വളർച്ചയും ഇത്രയും മാസമായിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ അതിലൊന്ന് ഈ ഒരു പ്രയർ പ്ലാന്റ് ആണ്. കണ്ടോ, ഈ ഒരു 2 ലീഫ് മാത്രമേ ഇതുവരെയായിട്ട് വളർന്നിട്ടുള്ളൂ. ഇത് ഒരു ഇത് 1 ഇഞ്ച് പോലും വളർന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചാല്, ഞാൻ 2 കൽപ്പിച്ച് ഇതിനെ ഞാൻ വെള്ളത്തിലിടാനായിട്ട് പോവാണ്. എനിക്കറിയത്തില്ല വളരെയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ വെള്ളത്തിലിടാനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ടിൽ ഇതാണ്. ഇതിനകത്ത് ഹോൾ ഉണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ അകത്തുനിന്ന് കൂടെ നമുക്ക് ആ ചെടി അങ്ങ് ഇട്ടാൽ മതി, വെള്ളം നിറച്ചിട്ട്. അപ്പൊ ഇത് ഞാൻ മേടിച്ചത് ടെമുന്നാണ്. ഇതിന് എത്ര ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇതിനകത്ത് എന്തായാലും നമുക്കൊന്ന് പ്രയർ പ്ലാന്റ് ഇട്ട് നോക്കാം. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഇട്ടെ. ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പതുക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിനകത്ത് ഇടാവേ. ഇതിന് വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മേടിച്ച സമയത്ത് ഇതിന് വേരൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് വേരില്ലാത്ത രീതിയിലായിരുന്നു ഇത് വന്നത്. ഇപ്പൊ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ വേരെന്തായാലും നമുക്കൊന്ന് മാറ്റിയിട്ട്, വേരിന്റെ അകത്തുള്ള ഈ ചുറ്റിനുള്ള ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് വെള്ളത്തിട്ട് നോക്കാം. ഇത് വളരെ വലിയൊന്നും അറിയണമല്ലോ. ഇത് ഒരുവിധം ഞാൻ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനെ നമുക്ക് വെള്ളത്തിനകത്തിടാവേ. കണ്ടോ, വെള്ളത്തിട്ടപ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേര് കാണാൻ പറ്റുമില്ലെന്ന് എനിക്കറിയത്തില്ല.
എന്താ ഇവിടെ വേര് ഇരിപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് നോക്കാം ഇത് വളരുവോ ഇല്ലയോ എന്നുള്ളത്. ഇനി അടുത്തത് വെള്ളത്തിടാനായിട്ട് പോകുന്നത് ഈ ഒരു പേൾ പ്ലാന്റ് ആണ്. എനിക്ക് പേൾ പ്ലാന്റും പ്രയർ പ്ലാന്റും ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷെ ഇഷ്ടമുള്ള ആ 2 പ്ലാന്റ്സും വളരുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇതിന് ഞാൻ ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് ഇതുവരെ ആയിട്ടും വളർന്നിട്ടില്ല കേട്ടോ. 2 പേൾ പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ 2ഉം ഒരു പ്രോസസ്സും കാണിച്ചിട്ടില്ല. അപ്പൊ 2 ഞാൻ എന്തായാലും അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, നമ്മൾ 2 പ്ലാന്റ്സും വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ 2 പ്ലാന്റ്സ് നമുക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ തെമ്മൂന്ന് വേറൊരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോ കാണിച്ചത്. ഈ ഒരു ഹാങ്ങിങ് സാധനമാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇത് തെമ്മൂന്നാണ്. ഇത് കുഴപ്പമില്ല, എന്ന് വെച്ചാൽ വലിയ സ്ട്രോങ് ഒന്നുമല്ല. പക്ഷെ ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷെ ഈ ഒരു രീതിയിൽ നല്ലതാണ്. എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കാനായിട്ട്. ഞാനും താഴെ വീണ കഴിഞ്ഞാൽ വെള്ളം മൊത്തം കിച്ചണിലാവും, അത് വേറെ കാര്യം. പിന്നെ താഴെ വീഴത്തില്ലെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതെവിടെ ഹാങ് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഒരു സ്പേസിനകത്തുനിന്ന് ഈ ഒരു സാധനം നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ വേണം ആ ഒരു പ്ലാന്റർ വെക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിന്റെ മുകളിൽ ഇരിക്കുന്നതും സൈഡിൽ ഇരിക്കുന്നതൊക്കെ സേഫ് ആണ്. കാരണം ഇത് കണ്ടോ, ഇത് ഈ ആണിയിലാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് അത് വെക്കാൻ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഹാങ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ എങ്ങനെയുണ്ട് എന്റെ ഈ ഒരു കുഞ്ഞ് സ്പേസ്? നല്ല രസമല്ലേ കാണാൻ, നല്ല ക്യൂട്ടല്ലേ? ഈ 2 സ്നെയിൽസും ഈ ഒരു മഷ്റൂം കൂടി വന്നപ്പോഴത്തേക്കും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഫുള്ള് പ്രൊഡക്ട്സ് ഞാൻ തെമൂന്നാണ് കേട്ടോ. ലിങ്ക്സ് വേണ്ടവർ ലിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്താൽ മതി. ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ പ്രൊഡക്റ്റ് ഏതാണെന്നും കൂടി പറയണം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞ് സ്പേസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ല. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. കാരണം ഇതിനകത്തൊക്കെ ഈ ഈർപ്പം കയറി ഇരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ മോൾഡൊക്കെ കയറിയിരിക്കും. നമുക്ക് കാണത്തില്ല, പക്ഷെ ക്ലീൻ ചെയ്യുമ്പം നല്ല രീതിയിൽ മോൾഡൊക്കെ കാണാം കേട്ടോ. ഇനിയിപ്പോ സ്പ്രിംഗ് ആയില്ലേ, അപ്പം പിന്നെ നമുക്ക് ഈ ഒരു റോസിനെ മാറ്റിയിട്ട് നമുക്ക് ട്യുലിപ്സ് വെക്കാം കേട്ടോ. അങ്ങനെ അലോവേര ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ ആന്തൂറിയം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പനിക്കൂർക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ 2 കുഞ്ഞു ചെടികൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസപ്പൂ ഒക്കെ മാറ്റിയിട്ട് ഞാൻ ട്യുലിപ്സും വേറെ ഒരു കുഞ്ഞു ഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്യുലിപ്സ് തന്നെയായിട്ട് ആ ഒരു വാസിൽ ചേരത്തില്ല, അത് ഭയങ്കര സ്മോൾ ആയിട്ട് ഇരിക്കും. അപ്പൊ പിന്നെ കുറച്ചൊരു ക്വാണ്ടിറ്റി ആയിട്ട് കാണിക്കാനായിട്ട് ആ ഒരു കുഞ്ഞു ഫ്ലവേഴ്സും കൂടി ഞാൻ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല സെറ്റായി വന്നിട്ടില്ലേ? ഇപ്പൊ ഒരു സ്പ്രിംഗ് തീം ഒക്കെ വന്നിട്ടില്ലേ? ഇനി അടുത്തത് ഈ ഒരു ഫ്ലവർ എടുത്ത് മാറ്റി നമുക്ക് ഇവിടെയും ഒരു ട്യൂലിപ്സ് കൊണ്ടുവെക്കാവേ. ഒരു ലാവൻഡർ പർപ്പിൾ കളർ ഷെയ്ഡിലുള്ള ഒരു ട്യൂലിപ്സ് ആണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. ഇത് ഇതിനോടുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ആയി പോകുന്നുണ്ട് ഈ ഒരു ടേബിൾ ക്ലോത്തുമായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ റണ്ണർ മാറ്റാനായിട്ടുണ്ട്. ഇത് കണ്ടോ, വിന്റർ തീമിലുള്ള ഒരു ടേബിൾ റണ്ണറാണ്. അപ്പൊ ഇതിനെന്തായാലും എടുത്ത് മാറ്റണം. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇത് നല്ല രസമല്ലേ കാണാൻ? കുറച്ച് നീളം കൂടിപ്പോയി, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ടേബിൾ റണ്ണറും സെറ്റ് ആയിട്ടുണ്ടേ. അപ്പൊ ഈ ഒരു സാധനം ഒരു ചെറിയ രീതിയിലുള്ള ഹ്യൂമിഡിഫയർ ആണ് കേട്ടോ. ഇതിനകത്ത് എസെൻഷ്യൽ ഓയിൽ ഇട്ടിട്ട് ഇത് ഇലക്ട്രിക് വഴിയാണ് ഇത് ഓടുന്നത്. അപ്പൊ ഇതാണ് സ്വിച്ച്. ഇത് ഡിഫറെന്റ് കളേഴ്സിൽ ഇത് വരും കേട്ടോ. ഇത് ഫ്ലെയിമിന്റെ ഒരു ഡിസൈൻ ആയിട്ട് വരുമെന്നാണ് അത് കാണിച്ചത്. പക്ഷെ ഫ്ലെയിമിന്റെ ഡിസൈൻ ഒന്നുമല്ല വന്നത്, അല്ലാത്ത രീതിയിൽ പുകയൊക്കെ കയറി വരുന്നുണ്ട്. ഹ്യൂമിഡിഫയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ആ സെയിം രീതി തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. പക്ഷെ നല്ലതാണ് കേട്ടോ. എസെൻഷ്യൽ ഓയിലിന്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റണ്ണർ നല്ല രസമല്ലേ? ഇത് ഞാൻ പല പല സമയങ്ങളിൽ നിന്ന് മേടിച്ചാണ്, അല്ല എല്ലാം ഒരുമിച്ചല്ല കേട്ടോ മേടിച്ചത്. ഇനി ഇവിടെ ഒരു കുഞ്ഞ് ക്യാൻഡിലും കൂടെ വരുന്നുണ്ടേ, അതും കൂടി ഞാനിപ്പോൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു കുഞ്ഞ് ക്യാൻഡിൽ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതൊക്കെ തെമൂന്നാണ് കേട്ടോ. നമ്മുടെ തെമൂന്നല്ലാത്ത വേറെ സാധനങ്ങളിൽ വേറെ കടകളിൽ നിന്ന്, തെമൂന്നല്ലാതെ വേറെ ഒറ്റ കടകളിൽ നിന്നും സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇത് ഫുള്ള് തെമൂന്നാണ്. ഇത് കത്തിക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഷോയ്ക്ക് ഇരിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ എൻ്റെ പ്ലാൻസിൻ്റെ സ്റ്റഡി ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾ മടുത്ത് കാണുമല്ലേ? ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർത്തും ചെയ്ത്, ഈശ്വര വലിയ വ്ളോഗായി പോയല്ലോ, സ്പ്ലിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഓർത്ത് വല്ലപ്പോഴും മാത്രമല്ല ഇങ്ങനത്തെ ഒരു വലിയ വ്ളോഗ് വരുന്നത്, എന്നാൽ പിന്നെ കിടക്കട്ടെ എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ക്ലീനിങ്ങിലോട്ട് പോയിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം ആ മാരിനേറ്റ് ചെയ്ത മീനൊക്കെ ഒന്ന് ഓരോ കവറിലായിട്ട് എടുത്ത് വെക്കാൻ. അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ 3 ദിവസങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും അത് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഒന്ന് എയർ ഫ്രൈയിലോട്ട് കയറ്റി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ സെറ്റല്ലേ?
പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടൊന്നും പോകുന്നു വേണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ ഡിന്നറും ഇതും വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ലഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ ലഞ്ചായിട്ട് നമ്മൾ കഴിച്ചില്ല, ഡിന്നറായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം അച്ചു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാനുള്ള സമയമൊക്കെ ആവും. അങ്ങനെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജിയാൻഡസ് സൈനിങ് ഓഫ്.